ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പെരിയാർ ടൈഗർ റിസർവിലെ തൊണ്ടിയാർ എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ള ട്രെക്കിങ്ങിനാണ് പോകുന്നത്. അപ്പോൾ മഴയെല്ലാം കാരണം കുറേ നാളത്തേക്ക് അടച്ചിട്ടിരുന്ന ഈ ഒരു ട്രെക്കിങ് വളരെ റീസെൻ്റ് ആയിട്ടാണ് ഇപ്പോൾ പബ്ലിക്കിനായിട്ട് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പോകുന്ന വഴിക്ക് നമ്മുടെ വഴിയെല്ലാം കുറച്ച് കാട് കയറിയ ഒരു അവസ്ഥയായിരുന്നു. അതുപോലെ അനിമൽസിൻ്റെ പ്രസൻസ് നല്ല രീതിയിലുണ്ടായിരുന്നു. ഇന്നത്തെ ദിവസം രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ നമ്മൾ ഇവിടുത്തെ കാടിനകത്ത് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് അനിമൽസിനെയും കാണാൻ പറ്റി. അപ്പോൾ തേക്കടിയിലുള്ള ബാംബു ഗ്രൂവിൻ്റെ അടുത്തുള്ള ഈ കാണുന്ന ഇൻ്റർപ്രിട്ടേഷൻ സെൻറ്ററിൽ നിന്നാണ് നമ്മൾ ഇന്ന് ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതേ സ്ഥലത്ത് തന്നെയാണ് നമ്മൾ ഹാഫ് ഡേ റാഫ്റ്റിങ്ങും അതുപോലെ ഗ്രീൻ വാക്ക് എല്ലാം പോകുന്നത്. ഈ കാണുന്ന ഒരു പറമ്പിൽ നമ്മൾ നൈറ്റൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ മിക്കപ്പോഴും അനിമൽസിനെ കാണാൻ പറ്റും. ഇവിടെ നിന്ന് ഈ നേരെ കാണുന്ന വഴി എന്ന് പറയുന്നത് നമ്മൾ ഹാഫ് ഡേ റാഫ്റ്റിംഗ് എല്ലാം പോകുന്ന അതേ വഴിയാണ്. അവിടെ നിന്ന് ഈ റൈറ്റിലേക്ക് തിരിഞ്ഞ് ഈ കാണുന്ന വഴിയിലൂടെയാണ് നമ്മൾ തൊണ്ടിയാർ ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളിപ്പോൾ കാണുന്ന ഈ വീടുകളെല്ലാം ഇവിടുത്തെ ട്രൈബൽ സെറ്റിൽമെൻറ്റിലുള്ളതാണ്. അപ്പോൾ ഏകദേശം ഒരു 10-15 മിനിറ്റ് നമ്മൾ ഇതിലൂടെ നടന്നതിന് ശേഷമാണ് കാടിനകത്തേക്ക് കയറുക. അപ്പോൾ നമ്മൾ ഈ പോകുന്ന വഴി കാടിനകത്ത് തന്നെയുള്ള ട്രൈബൽ സെറ്റിൽമെൻറ്റ് ഏരിയ ആയതുകൊണ്ട് തന്നെ പബ്ലിക്കിന് ഇങ്ങോട്ടേക്ക് കയറുന്നതിനായിട്ട് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇനി ഇങ്ങോട്ടേക്ക് വരാനായിട്ട് ആരെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും പ്രോഗ്രാം എടുത്താൽ മാത്രമാണ് അതിനുള്ള ഓപ്ഷനുള്ളൂ. നമ്മൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു ഏരിയയാണ് നമ്മുടെ കാടിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ഏരിയ എന്ന് പറയുന്നത്. അതുപോലെ ഈ കാണുന്ന ഒരു ട്രെഞ്ചും ഈ ഒരു പാലവും വെച്ചിരിക്കുന്നത് ഇവിടെയുള്ള റെസിഡൻഷ്യൽ ഏരിയയിലേക്ക് ആനയോ അങ്ങനെയുള്ള വേറെ വലിയ മൃഗങ്ങളൊന്നും വരാതിരിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഈ ഒരു ട്രെഞ്ചിൻ്റെ സൈഡിലൂടെ കുറച്ച് ദൂരം നടന്നതിന് ശേഷമാണ് നമ്മൾ കാടിനകത്തേക്ക് കയറുന്നത്. നമ്മൾ ചാനൽ തുടങ്ങിയതിന് ശേഷം പെരിയാറിൽ വന്ന് നമ്മൾ ഫസ്റ്റ് ചെയ്ത ഒരു പ്രോഗ്രാം എന്ന് പറയുന്നതും ഈ തൊണ്ടിയാർ ട്രെക്കിംഗ് തന്നെയാണ്. അന്ന് ആനയും കാട്ടുപോത്തൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് സൈറ്റിങ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇന്നും അതിനേക്കാളും ഗംഭീരമായിട്ടുള്ള കുറേ സൈറ്റിങ്സ് നമുക്ക് പുറകെ വരാനുണ്ട്. അപ്പോൾ ഈ കാണുന്നൊരു വഴി കുറച്ച് ദൂരം ഇങ്ങനെ നടന്നതിന് ശേഷമാണ് നമ്മൾ തിക്കായിട്ടുള്ള ഫോറസ്റ്റിലേക്ക് കയറുക. നമ്മൾ ഈ കാണുന്ന സ്ഥലങ്ങളിൽ നമ്മൾ നേരത്തെ കണ്ട ട്രൈബൽ സെറ്റിൽമെൻറ്റിലെ ആളുകൾ വിറകൊടിക്കുന്നതിനും അതുപോലെ കാട്ടിൽ നിന്നുള്ള വിഭവങ്ങൾ ശേഖരിക്കുന്നതിനൊക്കെ ആയിട്ട് വരാറുള്ളൊരു ഏരിയയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗമൊന്നും നമുക്ക് അത്ര ഒരു തിക്കായിട്ടുള്ളൊരു ഫോറസ്റ്റ് ആയിട്ടൊന്നും ഫീൽ ചെയ്യില്ല. പക്ഷേ പേടിക്കണ്ട, ഏകദേശം ഒരു 16 കിലോമീറ്ററാണ് നമ്മളിന്ന് കാടിനകത്തൂടെ മൊത്തത്തിൽ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നല്ല തിക്കായിട്ടുള്ള ഫോറസ്റ്റിലൂടെ നല്ല ഡേഞ്ചർ ആയിട്ടുള്ള വഴികളിലൂടെയൊക്കെ തന്നെയാണ് നമ്മൾ ഇത്തവണ ട്രെക്കിംഗ് പോകുന്നത്. കാട്ടുപോത്തിൻ്റെ മുമ്പിൽ ചെന്ന് ചാടുന്നതും അതുപോലെ ആനകൾ നമ്മുടെ വഴി തടയുന്നതും അങ്ങനെ കുറേ വിഷ്വൽസ് നമ്മുടെ ഈ വീഡിയോയുടെ പുറകെ വരാനുണ്ട്. അപ്പോൾ നമ്മൾ ഈ കാണുന്നൊരു വഴി നേരെ ഒരു 5 കിലോമീറ്ററോളം നടന്നതിന് ശേഷമാണ് നമ്മളൊരു ആനത്താരയുടെ ഏരിയയിലേക്ക് ചെല്ലുന്നത്. നമ്മൾ ഇന്ന് ഈ പോകുന്ന വഴിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ വഴിയുടെ 2 സൈഡിലുമായിട്ട് നല്ല രീതിയിൽ കുറ്റിക്കാടും പുല്ലും എല്ലാം മുളച്ച് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് പോയില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അനിമൽസ് അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കാണാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ വരുന്ന കണ്ടീഷനിലാണ് പെട്ടെന്ന് അപകടങ്ങൾ ഉണ്ടാകുന്നത്. എന്തായാലും ഇന്നത്തെ ട്രെക്കിങ്ങിൽ നമ്മൾ ആ ഒരു രീതിയിൽ ഒരു കാട്ടുപോത്തിൻ്റെ ഫ്രണ്ടിൽ പോയി ചാടുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ വിഷ്വൽസ് എല്ലാം പുറകെ വരുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ നടത്താൻ തുടങ്ങുവാണ്. അപ്പോൾ ഈ ഒരു പാക്കേജ് നമ്മൾ എടുക്കുമ്പോൾ തന്നെ ഇതിനകത്ത് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടായിരുന്നത് ഒരു ഏത്തപ്പഴവും ഓറഞ്ചും ആപ്പിളുമാണ്. അങ്ങനെ അതെല്ലാം കഴിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും നടത്തുന്ന സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇനി ഇവിടെ നിന്ന് നമ്മൾ പോകുന്ന വഴിക്ക് 2 സൈഡിലും നല്ല രീതിയിൽ ഈറ്റ നിൽക്കുന്നൊരു ഏരിയയാണ്. നല്ല മഴയുള്ളൊരു ടൈമിലൊക്കെയാണ് നമ്മൾ വരുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഈ നടന്നു പോകുന്ന വഴിയിൽ പുല്ലൊന്നും കാണാനായിട്ടുള്ള സാധ്യതയില്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇത് ശരിക്കും നമ്മൾ നടന്നു പോകുന്ന വഴി ഒരു ആനത്താരയാണ്. അപ്പം മഴക്കാലത്തൊക്കെയാണ് നമ്മൾ ഇതിലെ വരുന്നതെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ചെളിയെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ ആന ഇതിലെ തെന്നിയാണ് താഴത്തേക്ക് ഇറങ്ങാറുള്ളത്. അതുകൊണ്ട് നമ്മളിതിലെ നടന്ന് ഓപ്പോസിറ്റ് കയറുമ്പോൾ തന്നെ നമ്മളും തെന്നി വീഴാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. ഇതിനു മുമ്പ് നമ്മൾ ആദ്യം ചെയ്ത ആ ഒരു തൊണ്ടിയാർ വീഡിയോയിൽ ആ ഒരു ടൈമിൽ നല്ല മഴയുള്ളൊരു ടൈമിലായിരുന്നു നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല സ്ലിപ്പറി ആയിട്ടുള്ള രീതിയിലായിരുന്നു അന്ന് ഈ വഴി കിടന്നത്. നമ്മൾ പോകുന്ന വഴിക്ക് കണ്ട ഒരു വെടിപ്ലാവാണ്. നമ്മൾ കഴിഞ്ഞ തവണ വന്നപ്പോഴും ഈ ഒരു വെടിപ്ലാവ് ഉണ്ടായിരുന്നു. ഈ കാണുന്നതാണ് സിംഹവാലൻ കുരങ്ങിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഫുഡായിട്ടുള്ള വെടിപ്ലാവിലെ ചക്ക.
കഴിഞ്ഞ തവണ വന്നപ്പോൾ നമുക്ക് ഈ ഒരു ചക്കയൊന്നും കാണാൻ പറ്റിയില്ല. എന്തായാലും ഇത്തവണ വന്നപ്പോഴേക്കും ഈ വെടിപ്ലാവിൽ നിറച്ച് ചക്കയെല്ലാം കാണാൻ പറ്റി. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ ഈ ഒരു കയറ്റം കയറി നേരെ കുന്നിന് മുകളിലേക്കാണ് പോകുന്നത്. ഇതേ മലയുടെ മുകളിൽ തന്നെ കുറച്ച് നാൾ മുമ്പ്, അതായത് നമ്മൾ ഈ ഒരു ട്രെക്കിംഗ് എല്ലാം റീസ്റ്റാർട്ട് ചെയ്ത ആ ഒരു ടൈമിൽ തന്നെ 2 കടുവയെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കയറ്റം കയറി ചെന്ന് കഴിയുമ്പോൾ ചെറിയൊരു മുട്ടക്കുന്ന് പോലുള്ള ഒരു ഏരിയയിലേക്കാണ് നമ്മൾ എത്തുന്നത്. ഇനിയാണ് കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാഴ്ചകൾ കാണാനുള്ളത്. പോത്താ അങ്ങോട്ടാ പോണേ. വണ്ടി പോവല്ലേ, ഞാൻ പോവാ. സംഭവം എന്താണെന്ന് മനസ്സിലായോ? നമ്മൾ ഈ ഒരു പുല്ലിൻ്റെ ഇടയിലേക്ക് കയറുന്ന ആ ഒരു ടൈമിൽ അതിന് നടുക്കായിട്ട് നിന്ന് പുല്ല് മേഞ്ഞുകൊണ്ടിരുന്ന ഒരു കാട്ടുപോത്തുണ്ടായിരുന്നു. അതായത് ഇന്ത്യൻ വൈൽഡ് ഗൗർ. ഇവിടെയുള്ള ഗൈഡുമാരും പറയുന്നത് കാട്ടുപോത്തെന്ന് തന്നെയാണ്. അപ്പോൾ ഈ കാട്ടുപോത്ത് നേരെ സൈഡിലേക്ക് ഓടിയതിൻ്റെ ആ ഒരു സൗണ്ട് കേട്ട് നമ്മൾ പുറകോട്ട് മാറിയതാണ്. കാരണം കാടിനകത്ത് ആയതുകൊണ്ട് തന്നെ, അതായത് പുല്ലിൻ്റെ അകത്തായതുകൊണ്ട് തന്നെ ഇത് കാട്ടുപോത്താണോ കരടിയാണോ കടുവയാണോ ഒന്നും നമുക്കറിയാൻ പറ്റില്ല. ഇതേ സ്ഥലത്ത് തന്നെ കഴിഞ്ഞ തവണ ട്രെക്കിങ്ങിന് വന്ന ആളുകൾക്ക് 2 കടുവയെ കിട്ടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. എന്തായാലും അതിനെ നോക്കിയിട്ട് അതിനെ കണ്ട ആ ഒരു മലയിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഈ ഒരു ഭാഗത്തെത്തിയപ്പോൾ സൈഡിലായിട്ട് എന്തോ ഒരു അനിമലിൻ്റെ അനക്കം കണ്ടു. അപ്പോൾ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചപ്പോഴത്തേക്കും മനസ്സിലായത് നല്ല രീതിയിൽ ആനച്ചൂരും ഉണ്ടായിരുന്നു. അതുപോലെ കൊമ്പെല്ലാം വലിച്ചു പറിക്കുന്ന രീതിയിലൊരു സൗണ്ടും കേട്ടു. അപ്പോൾ ഈ കാടിൻ്റെ അകത്തായിട്ട് തന്നെ എന്തോ അനിമൽ ഉണ്ടെന്നുള്ളത് കൺഫേമാണ്. അപ്പോൾ ആനയാവാനായിട്ടുള്ളത് തന്നെയാണ് ചാൻസും കൂടുതൽ. പക്ഷേ നമ്മൾ നടന്നു വരുന്നതിൻ്റെ ഒരു സൗണ്ട് കേട്ടപ്പോഴേക്കും പയ്യെ ആൾ താഴത്തേക്ക് ഇറങ്ങിയിട്ടുമുണ്ട്. അങ്ങനെ ഇവിടെ കുറച്ച് നേരം നിന്ന് നോക്കിയതിന് ശേഷം നമ്മുടെ ഗൈഡുമാരിൽ ഒരാൾ നേരെ താഴെ ഒന്ന് പോയി നോക്കിയിട്ട് വരാമെന്നും പറഞ്ഞ് നേരെ താഴേക്ക് പോവുകയാണ്. ഇങ്ങനെ എന്തെങ്കിലും അനിമൽസിനെ കാണുന്നൊരു ടൈമിൽ ഇവർ അവരുടെ കൂടെ ആദ്യം തന്നെ നമ്മളെ കൊണ്ടുപോകില്ല. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ചിലപ്പോൾ പോകുന്ന വഴിക്ക് എന്തെങ്കിലും തരത്തിൽ അപകടം സംഭവിക്കാനായിട്ടുള്ള ചാൻസും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവരാദ്യം പോയി നോക്കി വഴിയെല്ലാം സേഫ് ആണോ എന്ന് നോക്കി കൺഫേം ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മളെ ഈ ഒരു ഭാഗത്തേക്കെല്ലാം കൊണ്ടുപോകും. എന്തായാലും ആൾ നോക്കിയിട്ട് വരട്ടെ, അപ്പോഴേക്കും നമുക്ക് ഈ നിൽക്കുന്ന മലയിൽ നിന്നുള്ള ബാക്കി കാഴ്ചകളൊക്കെ കാണാം. ഇവിടെ നിന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ലേക്ക് പാലസിൻ്റെ ആ ഒരു ഏരിയ, അല്ലെങ്കിൽ ഇടപ്പാളയം വാച്ച് ടവറിൻ്റെ ഒരു ഏരിയ കാണാൻ പറ്റും. നമ്മൾ നേരെ കാണുന്ന ഈ ഒരു പുൽമേട് കണ്ടില്ലേ, പുൽമേടെന്ന് പറയാൻ പറ്റില്ല, ആ ഒരു വയൽ പോലത്തെ ഏരിയ, അതെന്ന് പറയുന്നത് നമ്മുടെ വാച്ച് ടവറിൻ്റെ നേരെ ഫ്രണ്ടിലുള്ള പുൽമേടാണ്. നമ്മളിതാ ഈ കാണുന്നൊരു മലയാണ് അഞ്ചുരുളി മല. നമ്മൾ വാച്ച് ടവറിൽ സ്റ്റേ ചെയ്യാൻ പോകുമ്പോഴേക്കും നമ്മൾ നെക്സ്റ്റ് ഡേ മോർണിംഗിൽ കയറാറുള്ളൊരു മലയുണ്ടല്ലോ, അതാണ് നമ്മൾ ഈ കാണുന്ന മല. നമ്മൾ ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ വാച്ച് ടവറിൻ്റെ ഫ്രണ്ടിൽ എന്തെങ്കിലും അനിമൽസ് ഉണ്ടോ എന്നുള്ളത് കാണാനും പറ്റും. അതുപോലെ നമ്മുടെ കുമളി ടൗണിൻ്റെ ഒരു വിദൂര ദൃശ്യവും കാണാം. അങ്ങനെ നമ്മൾ കുറച്ച് നേരം നിന്ന് ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടു വന്നപ്പോൾ തന്നെ ചെറിയ രീതിയിൽ മഴയെല്ലാം പെയ്തു തുടങ്ങി. എന്തായാലും ദൂരെയെല്ലാം മഴ പെയ്യുന്ന ഒരു കാഴ്ച ഇവിടെ നിന്ന് കാണാനായിട്ടൊരു പ്രത്യേക ഭംഗി തന്നെയാണ്. നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ നമ്മുടെ ബോട്ട് ലാൻഡിങ്ങിൻ്റെ ഒരു ഏരിയയെല്ലാം കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്നാണ് നമ്മൾ ബോട്ടിംഗ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ഗൈഡുമാരിൽ ഒരാൾ താഴെ പോയി കുറേ നേരമായിട്ട് നോക്കിയിട്ടും നമുക്ക് അനിമൽസിനൊന്നും കണ്ടു കിട്ടിയില്ല. അതുകൊണ്ട് നമ്മൾ നേരത്തെ ആ ഫ്രണ്ടിൽ പോയി ചാടിയ ഒരു കാട്ടുപോത്തുണ്ടല്ലോ, അത് അവിടെ എവിടെയെങ്കിലും നിൽക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് ഒന്ന് പോയി നോക്കുകയാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ നടക്കുന്ന ഈ ഒരു സ്ഥലമുണ്ടല്ലോ, ഇവിടെ വെച്ചാണ് 2 കടുവയെ ഇതിന് മുമ്പ് വന്ന ആളുകൾക്ക് കിട്ടിയത്. അല്ല എന്തായാലും പോത്തായിരിക്കുള്ളൂ. കരടിയോ ടൈഗറൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്രയും കാടനം കണ്ട കാര്യമില്ലല്ലോ. നല്ല അടിപൊളി ഫ്രെയിമായിരുന്നു. ഈ ഇപ്പൊ നമ്മൾ നിൽക്കുന്ന മലയല്ലേ അന്ന് കടുവനെ കിട്ടി? ഈ മലയല്ലേ? എത്ര ഉണ്ടായിരുന്നു? ആ അടിപൊളി. അങ്ങനെ ഇവിടെ നിന്ന് അനിമൽ സൈറ്റിംഗ് ഒന്നും കിട്ടാത്തതിൻ്റെ ഒരു സങ്കടത്തിൽ ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. അപ്പോൾ ഇനി പോകാനുള്ള സ്ഥലത്താണ് ശരിക്കും അനിമൽസിനെ കിട്ടാനായിട്ട് വളരെ ചാൻസ് ഉള്ളത്. കാരണം നല്ല രീതിയിൽ തിക്കായിട്ടുള്ള ഫോറസ്റ്റിലൂടെയും നല്ല ഓപ്പൺ ആയിട്ടുള്ള വയലുകളിലൂടെയൊക്കെയാണ് നമുക്കിനി പോകാനുള്ളത്.
അപ്പോൾ എപ്പോൾ വന്നാലും നമുക്ക് ഏകദേശം ഒരു 90% അനിമൽസിനെ കാണാനായിട്ടുള്ള ചാൻസ് ഇനി അങ്ങോട്ടേക്കുള്ള വഴികളിലുണ്ട്. അപ്പോൾ നമ്മളിനി പോകുന്ന വഴിയിൽ കുറച്ച് ദൂരം എന്ന് പറയുന്നത് ഇതുപോലുള്ള ചെറിയ മുട്ടക്കുന്നുകളാണ്. ഈ മുട്ടക്കുന്നുകളുടെ മുകളിലൂടെ പോകുമ്പോൾ പല സ്ഥലങ്ങളിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കരടിയെല്ലാം കാണാനായിട്ടുള്ള ചാൻസും കൂടുതലാണ്. ഇപ്പോൾ എന്തായാലും നല്ല രീതിയിൽ മഴക്കാറെല്ലാം വന്ന് നിൽക്കുന്നതുകൊണ്ട് തന്നെ മഴ പെയ്യുമോ എന്നുള്ളൊരു പേടിയോടുകൂടിയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് പോകാനുള്ള വഴി എന്ന് പറയുന്നത് ഇതിൻ്റെ റൈറ്റ് സൈഡിൽ കൂടിയുള്ളൊരു വഴിയായിരുന്നു. പക്ഷേ ഈ ഒരു ഭാഗത്ത് മിക്കപ്പോഴും നമ്മൾ അനിമൽസിനെ കാണാറുള്ളത് കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് വന്ന് നോക്കാമെന്ന് പറഞ്ഞ് ഗൈഡ് ഇവിടെ വരെ ഞങ്ങൾ കൂട്ടിയിട്ട് വന്നതാണ്. അപ്പോൾ നമ്മൾ നേരെ താഴെ കാണുന്ന ഒരു ഏരിയയിൽ മിക്കപ്പോഴും ആനയും കാട്ടുപോത്തും കരടിയൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റാറുണ്ട്. പക്ഷെ എന്തായാലും ഇത്തവണ നമ്മൾ ചെന്നപ്പോൾ അവിടെ ഒന്നിനെയും കണ്ടില്ല. നമ്മുടെ ഗൈഡ് ഓടുന്നൊരു ഓട്ടം കണ്ടില്ലേ? കാര്യം വേറൊന്നുമല്ല, നമ്മൾ അവിടെ ചെന്ന് അനിമൽസിനെല്ലാം നോക്കി നിന്ന ടൈമിൽ നേരെ താഴെയായിട്ട് ആന അലറുന്നൊരു ശബ്ദം കേട്ടു. ഇനി കടുവയോ കരടിയോ വല്ലതും അറ്റാക്ക് ചെയ്യാൻ വന്നതാണോ അതോ ഇനി അവർ തമ്മിൽ തല്ലു പിടിച്ചാണോ എന്നുള്ളത് അറിയില്ല. എന്തായാലും താഴെ ഒന്നിലധികം അനിമൽസിൻ്റെ പ്രസൻസ് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ ഗൈഡ് പെട്ടെന്ന് അങ്ങോട്ടേക്ക് ചെന്ന് അതിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് താഴേക്ക് ഓടിയത്. പിന്നെ നമ്മുടെ കയ്യിൽ ക്യാമറയും അതുപോലെ തന്നെ ഈ പുല്ലെല്ലാം വെള്ളം വീണ് നല്ല രീതിയിൽ വഴുതി കിടക്കുന്നതുകൊണ്ട് തന്നെ അത്ര പെട്ടെന്ന് ഓടിച്ചെല്ലാനും പറ്റില്ല. അങ്ങനെ നടന്ന് താഴേക്ക് എത്തിയപ്പോഴേക്കും ഇവിടെ നിന്ന് റൈറ്റിലേക്കായിട്ട് ആന കയറിപ്പോയൊരു വഴിയെല്ലാം കാണുന്നുണ്ട്. പക്ഷേ ഈ ഒരു വഴി പോകുന്നത് റിസ്ക്കുമാണ്, അതുപോലെ അവിടെ സൗണ്ടൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ആനയെ തപ്പി ഞാനും ഗൈഡും കൂടിയിട്ട് നേരെ ഇവിടെ ഒരു വയലുണ്ട്, ആ ഒരു വയൽ വരെ ഒന്ന് പോയി നോക്കാം, അവിടെ കാണാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ചുമ്മാ ഒന്ന് നടന്നു പോയപ്പോഴാണ് ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞപ്പോഴേക്കും ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മുടെ മലയുടെ മുകളിൽ തന്നെ, അതായത് നമ്മൾ പോകാനുള്ള വഴിയിൽ തന്നെ ആന നിന്ന് ഇല്ലിയെല്ലാം വലിച്ചൊടിക്കുന്ന സൗണ്ട് കേട്ടത്. അങ്ങനെ നമ്മൾ നടന്ന് ഈ ഒരു മലയുടെ മുകളിലേക്ക് എത്തിയപ്പോഴേക്കും നമ്മൾ പോകാനുള്ള വഴിയുടെ ഫ്രണ്ടിലായിട്ട് തന്നെ ഒരു കൂട്ടം ആനകൾ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇവർ നിൽക്കുന്നത് ഒരു ഇല്ലിക്കാടിനകത്ത് ആയതുകൊണ്ട് തന്നെ ആനകൾ ഈ ഇല്ലി വലിച്ച് വളയ്ക്കുന്നതും അതിൻ്റെ തുമ്പിക്കൈയൊക്കെ മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. ആനയെ മൊത്തമായിട്ട് കാണണം എന്നുണ്ടെങ്കിൽ ആന ഈ കാണുന്ന ഈറ്റക്കാട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങേണ്ടി വരും. എന്തായാലും ഈ ഈറ്റക്കാടിൻ്റെ പല ഭാഗത്തുള്ള അനക്കങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 8 ആനയോളം ഇവിടെ ഉണ്ടെന്നാണ് മനസ്സിലായത്. പക്ഷേ ഇത് ഈറ്റക്കാടിനകത്തായതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് എത്ര എണ്ണം ഉണ്ടെന്നുള്ളത് പറയാനും പറ്റുന്നില്ല. അതുപോലെ നമ്മൾ പോകേണ്ട വഴി ഇതായതുകൊണ്ട് തന്നെ നമുക്ക് ആനകൾ നിൽക്കുന്നതുകൊണ്ട് ഈ വഴിക്ക് പോകാനും പറ്റുന്നില്ല. കുറച്ച് നേരം നമ്മളിവിടെ നിന്ന് ശ്രദ്ധിച്ചപ്പോൾ ഈ ഒരു ഭാഗത്ത് തന്നെ പല ഭാഗത്തായിട്ടും ഇതുപോലെ ഈറ്റയെല്ലാം വലിച്ചൊടിക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആനകൾ ഈ ഒരു മലയിൽ ചിതറിയാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു വഴി തന്നെ പോകാനായിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ റിസ്ക് ആയിരിക്കും. കാരണം ചിലപ്പോൾ നമ്മൾ നടന്ന് ചെല്ലുമ്പോഴേക്കും ചെന്ന് പെടുന്നത് ആനക്കൂട്ടത്തിൻ്റെ നടുക്കായിട്ടായിരിക്കും. എന്തായാലും നമ്മൾ ട്രെക്കിങ് സ്റ്റാർട്ട് ചെയ്ത് കുറേ നേരം ആയെങ്കിലും നമ്മുടെ ആദ്യത്തെ ഒരു സൈറ്റിംഗ് എന്ന് പറയുന്നത് ഈ കാണുന്ന ആനക്കൂട്ടം തന്നെ ആയതുകൊണ്ട് തന്നെ വളരെ ഹാപ്പിയാണ്. നമ്മൾ കുറച്ച് മുമ്പേ ആ സൈഡിലുള്ള മലയുടെ മേളിലായിരുന്നു. ഇപ്പോൾ അതെ ഈ ഒരു ഭാഗത്തേക്ക് ഓടി വന്നാൽ ഇവിടെ മേളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ബീറ്റ് ഓഫീസറൊക്കെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ തൊട്ട് മേളിലായിട്ട് ഒരു ആനക്കൂട്ടം നിൽക്കുന്നുണ്ട്. നമുക്ക് ഏകദേശം ഒരു 3-4 ആനയെ മൊത്തം കാണാൻ പറ്റുള്ളൂ. അതും മറ്റേ ഇല്ലിക്കാടിൻ്റെ ഇടയിലാണ്, ഇല്ലിയല്ല ഈറ്റക്കാടിൻ്റെ ഇടയിലാണ്. അതുകൊണ്ട് തന്നെ വ്യക്തമായിട്ടൊന്നും കാണാനും പറ്റുന്നുണ്ടായിരുന്നില്ല. കുറച്ച് നേരം ഞങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കി അത് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടോയെന്ന്. എന്തായാലും ഇറങ്ങുന്നില്ല. നമുക്ക് പോകേണ്ട വഴിയിൽ വട്ടം ആയതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ താഴത്തേക്ക് ഇറങ്ങി വേറൊരു വഴിക്ക് പോകാനായിട്ട് പോവാം. ഞങ്ങൾ ആദ്യം വന്നപ്പോഴത്തേക്ക് ഉണ്ടായിരുന്നു, അന്ന് ഇതിൻ്റെ ഇടക്ക് കിടന്നേച്ചേ എടുത്ത് വെച്ചതെന്ന്. നമ്മൾ ഈ കാണുന്നത് ശരിക്കും ആനയുടെ പല്ലാട്ടോ, താഴത്തെ ഭാഗമാണ്, താടിയിലിൻ്റെ ആ ഒരു ഏരിയയില്ലേ. ഇത് നമ്മൾ ആദ്യത്തെ തവണ ഇവിടെ തൊണ്ടിയാറ് ട്രക്കിങ് വന്നപ്പോൾ ഇവിടെ താഴെ കിടന്നിരുന്ന ആനയുടെ അസ്ഥികൂടത്തിൽ നിന്ന് എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇപ്പോഴത്തെ കണ്ടീഷൻ കണ്ടില്ലേ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 2 കൊല്ലത്തിന് മേളിലായിട്ടുണ്ട് നമ്മളിവിടെ വന്നിട്ട്. അപ്പോൾ ആനയുടെ ആ പല്ലിൻ്റെ അകത്തൊക്കെ ചെടിയൊക്കെ കിളുത്ത് വെക്കുന്നുണ്ട്. പല്ലൊന്നും ഇപ്പോഴും പോയിട്ടില്ല തോന്നുന്നത്. ഇവിടെ കടുവ പിടിച്ചിട്ടായിരുന്നു ആനനെ ഈ ഒരു ഏരിയയിൽ. ഇതിൻ്റെ തൊട്ട് മേളിൽ ഇത് ആ മലയുടെ മേളിലായിട്ടാണ് നമ്മൾ ഇപ്പോൾ കുറച്ചൊരു കൂട്ടം ആനേനെ കണ്ടത്. അപ്പോൾ നമ്മുടെ ശരിക്കുമുള്ള ഒരു ട്രെക്കിംഗ് പാത്തിൽ ആന നിന്ന് നമ്മുടെ വഴിയെല്ലാം മുടക്കിയതുകൊണ്ട് തന്നെ നമ്മൾ വേറൊരു വഴിയാണ് നമ്മുടെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന ആ ഒരു ഏരിയയിലേക്ക് പോകുന്നത്.
നമ്മൾ സാധാരണ പോകാത്തൊരു വഴി ആയതുകൊണ്ട് തന്നെ പോകുന്ന വഴിക്ക് എല്ലായിടത്തും തന്നെ ഈ ഒരു പാത്തൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. അതുപോലെ കാടെല്ലാം കയറി കിടക്കുന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് വേണം ഈ ഒരു ഭാഗത്തൂടെ പോകാനായിട്ട്. ചില ഭാഗങ്ങളിലെല്ലാം മരം വീണ് കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഈ മരം വീണ് കിടക്കുന്ന ഭാഗങ്ങളിലൂടെ ചിലപ്പോൾ മരത്തിന് മുകളിലൂടെയോ അല്ലെങ്കിൽ താഴെക്കൂടെ നൂണ്ടൊക്കെ ആയിരിക്കും നമ്മൾ പോകേണ്ടി വരിക. എന്തായാലും നമ്മൾ സ്ഥിരം പോകാത്തൊരു വഴി പോകാത്തതുകൊണ്ട് തന്നെ കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള രീതിയിലായിരുന്നു ഈ ഒരു ഭാഗത്തൂടെയുള്ള യാത്ര. അങ്ങനെ നമ്മൾ കുറേ നേരം യാത്രയെല്ലാം ചെയ്ത് താഴെ മുല്ലപ്പെരിയാറിൻ്റെ റിസർവോയർ ഏരിയയുടെ ഭാഗത്തേക്ക് എത്താറായപ്പോഴേക്കും നമുക്ക് നെക്സ്റ്റ് കിട്ടിയ ഒരു സൈറ്റിംഗ് എന്ന് പറയുന്നത് ഈ കാണുന്ന മലമുഴക്കി വേഴാമ്പലുകളാണ്. ശരിക്കും ഈ ഒരു കൊമ്പിൽ 2 എണ്ണം ഇരിക്കുന്നുണ്ട്. ചെറിയ രീതിയിൽ മഴയും പെയ്യുന്നുണ്ട്. നല്ല ഡിസ്റ്റൻസിലുള്ളൊരു മരത്തിലായതുകൊണ്ട് തന്നെ നമുക്ക് അത്ര വ്യക്തമായിട്ട് ഈ ഒരു വേഴാമ്പലുകൾ കിട്ടുന്നുണ്ടായിരുന്നില്ല. പക്ഷേ നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് നടന്ന് വരുന്ന ആ ഒരു ടൈമിൽ തന്നെ മലമുഴക്കി വേഴാമ്പൽ കരയുന്നതും അതുപോലെ പറക്കുന്നതിൻ്റെ ശബ്ദമെല്ലാം നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ കേൾക്കാൻ പറ്റിയിരുന്നു. അപ്പോൾ പെരിയാർ ടൈഗർ റിസർവിലേക്ക് നിങ്ങൾ ഇപ്പോൾ വരാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ വേഴാമ്പലുകളെ കാണാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അവിടെ നിന്ന് പറന്നിരുന്നേ കൊള്ളായിരുന്നു. ഇവിടെ പോണ വഴിക്കേണ്ട ഒരു മരം അത് നോക്കി സൈസ് നോക്കി വരത്തിൻ്റെ മറ്റേ ഈ ഫർണിച്ചറിന് പറ്റുന്ന ടൈപ്പ് തടിയൊന്നുമല്ല, മറ്റേ ഈ ആലിൻ്റെ ടൈപ്പ് വേരുകളാണ്. പക്ഷേ ഭയങ്കര സൈസാണ്. നമ്മൾ ആദ്യം വന്നപ്പോഴും ഈ ഒരു മരം ഇവിടെ ഉണ്ടായിരുന്നു. അന്നത്തേനേക്കാളും കുറച്ചുകൂടി സൈസ് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ കുറേ നേരം ട്രെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ റിസർവോയറിൻ്റെ ഒരു ഏരിയയിലേക്ക് എത്തി. ഇനി നമ്മൾ ഈ കാണുന്ന വെള്ളത്തിൻ്റെ സൈഡിലൂടെ വേണം നമുക്ക് കുറേ ദൂരം നടക്കാനായിട്ട്. മുല്ലപ്പെരിയാർ ഡാമിൽ മഴയെല്ലാം പെയ്ത് അത്യാവശ്യം വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ ഈ ഭാഗത്തെല്ലാം നല്ല രീതിയിൽ വെള്ളം കയറിയിട്ടുണ്ട്. ശരിക്കും കുറച്ചുകൂടി മഴ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നടക്കുന്ന ഈ ഒരു വഴിയുണ്ടല്ലോ, ഇതെല്ലാം വെള്ളത്തിൻ്റെ അടിയിലാവും. ഓക്കെ, അപ്പോൾ അതെ ഫൈനലി നമ്മൾ ഉച്ചയ്ക്ക് 1 മണിക്ക് മുമ്പ് സാറിന് ഇവിടെ എത്താറുള്ളതാണ്. ഈ ക്യാമ്പ് ഷെഡിൽ വന്നിട്ടാണ് നമ്മൾ ലഞ്ച് കഴിക്കാറുള്ളത്. അപ്പോൾ ഇന്ന് പക്ഷേ നമ്മളിങ്ങോട്ട് എത്തിയപ്പോഴേക്കും ഏകദേശം ഒരു 1:45. കാരണം നമ്മൾ വരുന്ന വഴിക്ക് ആന വഴിക്കൊക്കെ ഉണ്ടായിരുന്നല്ലോ, അത് കാരണം കുറച്ച് ചുറ്റിക്കറങ്ങി വന്നേ. അപ്പോൾ ഇവിടെ വന്നപ്പോഴേക്കും കുറച്ച് പണിയൊക്കെ നടക്കുന്നതിൻ്റെ സൗണ്ട് കേൾക്കണല്ലേ, അതെന്താ സംഭവം ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഈ കാണുന്നത് ഇവിടുത്തെ ക്യാമ്പ് ഷെഡാണ്. നമ്മുടെ മുല്ലപ്പെരിയാറിൻ്റെ റിസർവോയർ ഏരിയയുടെ തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു ക്യാമ്പ് ഷെഡ് ഉള്ളത്. അപ്പോൾ ഈ കാണുന്ന ട്രെഞ്ചെല്ലാം കടന്ന് ഒരു മോഴയാന വന്ന് ഇവിടെ ചെറിയൊരു പരിപാടി ഒപ്പിച്ചിട്ടുണ്ട്. അത് ഫുള്ള് പൊളിച്ചായിരുന്നോ? അത് ഫുള്ള് പൊളിച്ചോ? ഓ, അത് ഏതിൽ കൂടി കയറിയാനാ? അപ്പോൾ അതിൽ കയറാൻ പറ്റുമോ? ട്രെഞ്ച്? ഒയ്യോ,
നമ്മൾ ഈ കാണുന്നൊരു വഴിയാണ് ആന ട്രെഞ്ചെല്ലാം കടന്ന് ഇതിനകത്തേക്ക് വന്നത്. അങ്ങനെ ഈ ഒരു ബിൽഡിംഗ് നിൽക്കുന്ന ഒരു ഏരിയയിലേക്ക് വന്നതിന് ശേഷം ഈ കാണുന്ന വഴിയാണ് ആന നടന്നു പോയത്. ആനയുടെ കാൽപ്പാടെല്ലാം നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ കാണാനും പറ്റും. അപ്പോൾ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ നേരെ പുറകിലുള്ള ആ ഒരു ഷെഡാണ് ഇതിലൂടെ പോയിട്ട് ആന പൊളിച്ചു കളഞ്ഞത്. അപ്പോൾ എന്തായാലും ഈ ഒരു ബിൽഡിങ്ങിൻ്റെ മേളിലിരുന്നാണ് നമ്മൾ ഉച്ചയ്ക്കത്തെ ലഞ്ച് കഴിക്കാൻ പോകുന്നത്. ഇവിടെ നമ്മൾ മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ആ ഒരു റിസർവോയർ നല്ല രീതിയിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഒരുപാട് ചങ്ങാടങ്ങൾ ഇവിടെ കെട്ടിയിരിക്കുന്നത് കാണാം. ഇതിൽ കൂടുതലും ചങ്ങാടങ്ങൾ എന്ന് പറയുന്നത് ഇവിടെയുള്ള ട്രൈബൽസ് ഫിഷിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതുപോലെ നമ്മൾ ഈ സീറ്റ് വെച്ച് കാണുന്ന ചങ്ങാടമില്ലേ, ഇത് ഇവിടുത്തെ ഹാഫ് ഡേ റാഫ്റ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ചങ്ങാടങ്ങളാണ്. ഈ രണ്ട് ചങ്ങാടങ്ങളും ഇപ്പോൾ കംപ്ലൈൻ്റ് ആയതുകൊണ്ട് തന്നെ ഹാഫ് ഡേ റാഫ്റ്റിങ്ങും അതുപോലെ തന്നെ ഫുൾ ഡേ റാഫ്റ്റിങ്ങും ഒന്നും ഇപ്പോൾ അവൈലബിൾ അല്ല. അപ്പോൾ ഇവിടുത്തെ ട്രൈബൽസ് തന്നെ പുതിയ ചങ്ങാടങ്ങൾ ഇപ്പോൾ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചങ്ങാടം പണിയുടെ കാഴ്ചകളൊക്കെ മറ്റൊരു വീഡിയോയിലൂടെ പുറകെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കെന്തായാലും ഇന്നത്തെ ഉച്ചയ്ക്കത്തെ ലഞ്ച് എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച് കേട്ടോ. ഇതിൽ ലഞ്ചിൽ ഈ പറയുന്ന സാൻഡ്വിച്ച് ശരിക്കും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് തരുന്ന അത് ലഞ്ചല്ല. നമുക്ക് വേണമെങ്കിൽ കഴിക്കാം, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഉള്ളത് കഴിച്ചിട്ട് ഉച്ചയ്ക്ക് ഇത് കഴിക്കാം. പിന്നെ ബിരിയാണി എന്ന് പറയാൻ പറ്റില്ല, പുലാവൊക്കെ പോലെ ഒരു റൈസ്, പിന്നെ 2 പഴമുണ്ട്, അതുപോലെ കടലക്കറി. അപ്പോൾ നല്ല രീതിയിൽ ടയേർഡായിട്ട് വന്നേക്കണ കാരണം എന്തായാലും കഴിക്കുമ്പോൾ അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഉച്ചയ്ക്കത്തെ ലഞ്ചെല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റ് എല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് കിട്ടിയ ഒരു സൈറ്റിംഗ് എന്ന് പറയുന്നത് മലയണ്ണനാണ്. ഉച്ച സമയം ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഉച്ചയ്ക്കത്തെ ഫുഡെല്ലാം കഴിഞ്ഞിട്ട് ആൾ റെസ്റ്റ് എടുക്കുന്നതായിരിക്കും. ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് നോക്കിയെങ്കിലും അനക്കമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും ട്രെക്കിംഗ് കണ്ടിന്യൂ ചെയ്തു. സൂപ്പറായിട്ട് അങ്ങനെ നമ്മൾ വീണ്ടും ട്രെക്ക് ചെയ്ത് കുറച്ചങ്ങോട്ട് മുന്നോട്ട് ചെന്നപ്പോൾ തന്നെ നമ്മൾ പോകുന്ന വഴിയുടെ നടുക്കായിട്ട് കുറച്ച് കാട്ടുപോത്തുകൾ നിൽക്കുന്നുണ്ട്. നമ്മൾ പോകുന്ന വഴിക്ക് ആയതുകൊണ്ട് തന്നെ ഇവർ മാറാതെ ഇനി നമുക്ക് മുന്നോട്ടേക്ക് പോകാനും പറ്റില്ല. അപ്പോൾ ഈ 2 മാത്രമല്ല, താഴെ റൈറ്റ് സൈഡിൽ പറമ്പിലായിട്ട് ഒരുപാട് കാട്ടുപോത്തുകൾ നിൽക്കുന്നുണ്ട്. പൊതുവെ അങ്ങനെ അക്രമകാരികളൊന്നും അല്ലാത്തൊരു കൂട്ടരാണ് ഈ കാട്ടുപോത്തുകൾ. പക്ഷേ ഇവരുടെ മുമ്പിൽ നമ്മൾ അപ്രതീക്ഷിതമായിട്ടൊക്കെ ചെന്ന് പെടുമ്പോഴാണ് ഇവർ പേടിച്ചിട്ട് തിരിച്ച് നമ്മളെ കൗണ്ടർ അറ്റാക്ക് ചെയ്യുക. ഇവരെ കാണുമ്പോൾ നമുക്ക് പശുവിനെ പോലെയും കാളയെ പോലെയൊക്കെ തോന്നുമെങ്കിലും ഇവന്മാരുടെ പവർ എന്ന് പറയുന്നത് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള പവറാണ്. കടുവകളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരത്തിൽ പെടുന്നതാണ് ഈ പറയുന്ന കാട്ടുപോത്തുകളും മ്ലാവുകളും. ഇതിൽ കാട്ടുപോത്തുകളെ പിടിക്കാനായിട്ട് ശ്രമിക്കുമ്പോഴാണ് കടുവയ്ക്ക് കൂടുതലും പരിക്കുകൾ പറ്റാറുള്ളത്. ചില സമയത്ത് ഈ കാട്ടുപോത്തുകൾ തിരിഞ്ഞ് ആക്രമിക്കുന്ന ടൈമിൽ കടുവകൾ മരിച്ചും പോകാറുണ്ട്. അങ്ങനെ കുറച്ച് നേരം നിന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ വഴിയിൽ നിന്ന് കാട്ടുപോത്തുകൾ നേരെ താഴെ സൈഡിലേക്കുള്ള ഒരു വയലിലേക്ക് മാറി. അങ്ങനെ പയ്യെ നമ്മൾ കാട്ടുപോത്തുകളുടെ പുറകെ തന്നെ ഫോളോ ചെയ്ത് താഴെ വയലിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് എല്ലാവരെയും കൂടി നമുക്ക് ഒറ്റ ഫ്രെയിമിൽ തന്നെ കാണിക്കാനും പറ്റി. ശരിക്കും ഈ ഒരു വയലിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഒന്നല്ല, ഏകദേശം ഒരു 10-20 കാട്ടുപോത്ത് ഒരുമിച്ച് നിൽക്കുന്നുണ്ട്. ഇതിനു മുമ്പ് നമ്മളിവിടെ ചെയ്തിട്ടുള്ള പ്രോഗ്രാംസിൽ ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകളെ ഒരുമിച്ച് കാണാൻ പറ്റിയൊരു പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മുടെ ഫുൾ ഡേ ബാംബു റാഫ്റ്റിംഗ് ആയിരുന്നു. അന്ന് ഒരു വലിയ വയലിൽ നിറച്ച് കാട്ടുപോത്തും മ്ലാവും കാട്ടുപന്നിയും അങ്ങനെ ഒരുപാട് അനിമൽസിനെ നമുക്ക് ഒരുമിച്ച് കാണാൻ പറ്റി. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു വലിയ കൂട്ടം നമ്മൾ കണ്ടത് വള്ളക്കടവിലായിരുന്നു. അപ്പോൾ ഗവിക്കടുത്തുള്ള വള്ളക്കടവിൽ നമ്മൾ ട്രെക്കിങ്ങിന് പോയപ്പോൾ നമ്മുടെ മസായിമാറയിലേക്ക് ഗ്രേറ്റ് മൈഗ്രേഷൻ പോലെ ഒരു മലയുടെ മുകളിലേക്ക് പുല്ലെല്ലാം വകഞ്ഞു മാറ്റി ഒരുപാട് കാട്ടുപോത്തുകൾ ഒരുമിച്ച് ഓടിക്കയറുന്നൊരു കാഴ്ചയുണ്ടായിരുന്നു. കാട്ടുപോത്തുകളുടെ കാഴ്ചകൾ കണ്ടിട്ടുള്ളതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാഴ്ചയും അത് തന്നെയായിരുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ ട്രെക്കിങ്ങിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഒന്ന് നോക്കിയാലോ. പെരിയാർ ടൈഗർ റിസർവിൽ അവൈലബിൾ ആയിട്ടുള്ള 2 ബോർഡർ ഹൈക്കിംഗ് പ്രോഗ്രാംസ് ഉണ്ട്. അതിൽ തൊണ്ടിയാർ എന്ന് പറയുന്ന ട്രെക്കിംഗ് പ്രോഗ്രാമാണ് നമ്മൾ ഇന്ന് ചൂസ് ചെയ്തിരിക്കുന്നത്. ഇതൊരു ഫുൾ ഡേ ട്രെക്കിംഗ് പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ രാവിലെ 8 മണി തൊട്ട് വൈകുന്നേരം 5 മണി വരെയാണ് ഈ ഒരു പ്രോഗ്രാമിൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു ടൈമിങ്ങിൽ നമ്മൾ നടക്കേണ്ട ദൂരം ഏകദേശം ഒരു 16 കിലോമീറ്ററോളമാണ്. ഈ 16 കിലോമീറ്റർ നേരെ ആയിട്ടുള്ള വഴിയല്ല, നല്ല രീതിയിൽ കയറ്റവും ഇറക്കവും ഒക്കെ ആയിട്ടുള്ള വഴി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഹാർഡായിട്ടുള്ളൊരു ഫുൾ ഡേ ട്രെക്കിംഗ് പ്രോഗ്രാം തന്നെയാണ് തൊണ്ടിയാർ ബോർഡർ ഹൈക്കിംഗ്. ഈ ഒരു പ്രോഗ്രാമിന് ഒരാൾക്ക് വരുന്ന ചാർജ് 2000 രൂപയാണ്. മിനിമം 2 പേരുണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു പ്രോഗ്രാം പോകാൻ പറ്റൂ. അതുപോലെ തന്നെ 12 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഈ ഒരു പ്രോഗ്രാമിന് പങ്കെടുക്കാനും പറ്റില്ല. ഇതുകൂടാതെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയ്ക്കത്തെ ലഞ്ചും 1 ലിറ്റർ വെള്ളവും ഈ ഒരു പ്രോഗ്രാമിൻ്റെ പാക്കേജിൽ തന്നെ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അഡീഷണൽ വെള്ളം വേണം എന്നുള്ളവർ വേറൊരു കുപ്പി കൂടി മേടിച്ചിട്ട് വരുന്നതായിരിക്കും നല്ലത്.
അതുപോലെ തന്നെ ഇവിടെ പെരിയാർ ടൈഗർ റിസർവിലെ പ്രോഗ്രാംസിൽ നമുക്ക് അനിമൽ സൈറ്റിങ്സ് കിട്ടാനായിട്ട് കൂടുതൽ ചാൻസ് ഉള്ളൊരു പ്രോഗ്രാം കൂടിയാണ് ഈ തൊണ്ടിയാർ ബോർഡർ ഹൈക്കിംഗ്. അങ്ങനെ കുറേ നേരം അവിടെ നിന്ന് നമ്മൾ കാട്ടുപോത്തുകളുടെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം വീണ്ടും നമ്മൾ ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ വൈകുന്നേര സമയം ആയതുകൊണ്ട് തന്നെ ഇനിയും നമുക്ക് അനിമൽസിനെ കിട്ടാനായിട്ടുള്ള ചാൻസും വളരെ കൂടുതലാണ്. നമ്മൾ ഈ പെരിയാർ ടൈഗർ റിസർവിൽ വരുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ അനിമൽ സൈറ്റിംഗ് കിട്ടുന്ന ഒരു ടൈം എന്ന് പറയുന്നത് ഈവനിങ് ടൈം തന്നെയാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഏർലി മോർണിംഗ് വേണം ഈ ഒരു ഭാഗങ്ങളിലെല്ലാം വരാൻ. അങ്ങനെ നമ്മൾ ട്രെക്കിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചെറിയ രീതിയിൽ മഴയും പെയ്തു തുടങ്ങി. ഈ മഴ പെയ്യുമ്പോൾ ഉള്ളൊരു പ്രശ്നം ഇതാണ്, നമ്മൾ ഈ ക്യാമറയും ട്രൈപോഡും എല്ലാം ആയിട്ട് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് മഴ പെയ്തു കഴിഞ്ഞാൽ ഇതെല്ലാം സേഫായിട്ട് കൊണ്ടു കിടക്കുക എന്ന് പറയുന്നതും കുറച്ച് ബുദ്ധിമുട്ടാണ്. മിക്കപ്പോഴും നമ്മൾ ഈ ഒരു ഫോറസ്റ്റ് വീഡിയോ എല്ലാം കാണുമ്പോൾ മെയിനായിട്ട് നിങ്ങൾ കാണുന്നത് ഇതിൻ്റെ ഔട്ട്പുട്ട് മാത്രമാണ്. പക്ഷേ ഇതിൻ്റെ പുറകിൽ ഇതുപോലുള്ള ഒരുപാട് എഫേർട്സ് ഉണ്ട്. ഇത്രയും വെയിറ്റ് എല്ലാം വെച്ച് ഏകദേശം 10-16 കിലോമീറ്ററിന് മുകളിലാണ് നമ്മൾ കാട്ടിലൂടെ ഒരു ദിവസം നടക്കുന്നത്. അതിനുശേഷം ഇതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക്, ഇങ്ങനെ ഒരുപാട് കടമ്പകൾ കടന്നിട്ടാണ് ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തുന്നത്. അങ്ങനെ ഒരു സെറ്റ് കാട്ടുപോത്തിൻ്റെ കാഴ്ചയെ കണ്ടിട്ട് നമ്മൾ വീണ്ടും മുന്നോട്ട് വന്നപ്പോൾ ഇതിപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ വീണ്ടും നിൽക്കുന്നുണ്ട് ഈ വഴിക്ക്. അപ്പോൾ ഇതിലെ കണ്ടം വഴി പോവുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് കുറച്ചുകൂടി സൈറ്റിംഗ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അടിപൊളി, ഇവിടെ നല്ല അടിപൊളി സാധനം നിൽക്കണ്ടല്ലോ. നമ്മളിൽ പലർക്കും ഉള്ളൊരു ഡൗട്ടായിരിക്കും ഈ അനിമൽസിന് എന്തിനാണ് ശരിക്കും വാല് കൊടുത്തിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ അതാ ഈ കാണുന്നൊരു വിഷ്വൽ കാണുമ്പോഴത്തേക്കും നമുക്കതിൻ്റെ ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഈ ഒരു പോത്ത് നടന്നു പോകുന്നതിൻ്റെ തൊട്ടുപുറയിലായിട്ട് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രാണികൾ പറക്കുന്നത് കാണുന്നില്ലേ? അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ഇവർ ചാണകം ഇട്ട് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഈർപ്പവും ആ സ്മെല്ലും ഒരുപാട് ഇൻസെക്റ്റിനെ ഈ ഒരു ഭാഗത്തേക്ക് അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവാനായിട്ടുള്ള ചാൻസും കൂടുതലാണ്. അതുകൊണ്ട് ഇതുപോലുള്ള പ്രാണികളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് ഇവർ ഈ ഒരു വാല് എപ്പോഴും ആട്ടി ആട്ടി നടക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും അത് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മടിക്കണ്ട. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.